അപ്പോൾ ഇനി വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ വിച്ച് ഡിവൈസ് ഈസ് യൂസ് ഫോർ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ അത് ചോദിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ LCB എന്തിനാണെന്ന് പറഞ്ഞു, എർത്ത് ലീക്കേജ് റിലേറ്റഡ് ആയിട്ടാണ്. CT എന്ന് പറഞ്ഞ മെഷർമെൻറ്റിന് വേണ്ടിയാണ്. ഓവർ കറണ്ട് മീറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അപ്പോൾ നമുക്ക് MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ് ഓവർലോഡിനും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പല വീഡിയോസിലായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ LCBയുടെ യൂസ് എന്താ? സർക്യൂട്ട് LCB ഈസ് യൂസ് ടു പ്രൊട്ടക്ട് ദ സർക്യൂട്ട് ഫ്രം. LCB എന്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്? ഓവർ കറണ്ടും അല്ല, ഷോർട്ട് സർക്യൂട്ടല്ല, എർത്ത് ഓവർ കറണ്ട് എന്ന് പറയാൻ പാടില്ല, എർത്ത് ലീക്കേജ് എന്ന് പറയാൻ പാടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. എർത്ത് ഓവർ കറണ്ട് എന്ന് പറഞ്ഞ ടേമില്ല, എർത്ത് ലീക്കേജ് ആണ്. ഓപ്ഷൻ C തന്നെയാണ് ഇതിലെ ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അഡ്മിസിബിൾ വാല്യൂ ഫോർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് മീഡിയം വോൾട്ടേജ് വയറിംഗ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് മീഡിയം വോൾട്ടേജ് പ്രതിഷ്ഠാപനത്തിൻ്റെ അനുവദനീയമായ ഇൻസുലേഷൻ ആകുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്നതാണ് നമ്മൾ KCBയിലേക്ക് ഫൈനൽ കൊടുക്കുന്ന ടെസ്റ്റിംഗ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതുകൂടാതെ നമ്മളതിൽ സ്കെച്ചൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ക്ലയൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിൽ വായിച്ചു നോക്കി അറിയാം. പർട്ടിക്കുലേഴ്സ് റിഗാർഡിംഗ് ദി ഇൻസ്റ്റലേഷൻ ഓഫ് ഇലക്ട്രിക് ബിൻഡിൻ ആരുടെ വീട്ടിലാണ് അയാളുടെ പേര് എഴുതുന്നു. ആർ ഗിവൺ ബിലോ ആർ കറക്റ്റ്. ദ ഇൻസ്റ്റലേഷൻ ഹാസ് ബീൻ ആക്ച്വലി വയർഡ് അപ്പ് ആൻഡ് റെഡി ഫോർ ടെസ്റ്റ്. വയർ ചെയ്ത് ടെസ്റ്റിങ്ങിന് റെഡിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇൻസ്റ്റലേഷൻ റെസിസ്റ്റൻസ് വാല്യൂസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. അപ്പോൾ കണ്ടക്ടറുകൾ തമ്മിൽ ഓരോ കണ്ടക്ടറുകൾ തമ്മിൽ നമ്മൾ മെഗർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടേണ്ട വാല്യൂ എത്ര മെഗാ ഓംസാണെന്നാണ് അതിൽ കൊടുത്തേക്കുന്നത്. 3 മെഗാ ഓംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് എർത്തും കണ്ടക്ടറും തമ്മിൽ, അതായത് കണ്ടക്ടറും എർത്തും തമ്മിൽ ബന്ധം വരുവാണെങ്കിൽ 0 ആയിട്ട് പോകും, വരാൻ പാടില്ല. അപ്പോൾ വരാത്ത പക്ഷം നമുക്ക് 3 മെഗാ ഓംസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ എർത്ത് റെസിസ്റ്റൻസ് ഓഫ് ദ വയറിംഗ് ഇൻസുലേഷൻ മെഷേർഡ് ഈസ് 0.5 ഓംസ്. അപ്പോൾ അവിടെ വയറിങ്ങിൻ്റെ ഇൻസുലേഷൻ എർത്തിൻ്റെ റെസിസ്റ്റൻസ് എർത്ത് മെഗർ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 0.5 ഓംസ് ആണ്. എർത്ത് കണ്ടിന്യൂറ്റി ഈസ് ടെസ്റ്റഡ് ആൻഡ് ഫൗണ്ട് ഓക്കെ. അപ്പോൾ എർത്തിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഓക്കെയാണ്. സർട്ടിഫൈഡ് ആയിട്ട് ഇൻസുലേഷൻ കൺഫേംസ് ടു ദ റിലവൻറ്റ് സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മുടെ വയറിംഗ് സ്റ്റാൻഡേർഡ് IS 732 ഇതൊക്കെ പ്രകാരമാണ് ചെയ്തേക്കണേ എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്ന ഒരു കോപ്പിയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ടാവും. കോൺട്രാക്ടർ, സൂപ്പർവൈസർ, അതുകൂടാതെ വയർമാൻ്റെയൊക്കെ സിഗ്നേച്ചർ ചെയ്തേക്കണ കാണാം. അപ്പോൾ അതുകൂടാതെ ലൈറ്റ് എന്തൊക്കെ ലോഡുകളാണ് ഉപയോഗിച്ചേക്കണേ എന്നുള്ളത് കാണാം. അപ്പോൾ ഇതാണ് മെഗർ ചെയ്യണതിൻ്റെ ഉപയോഗം എവിടെയാണ് ചെയ്യണതെന്നുള്ളൊരു കേസ് കാണിക്കാൻ വേണ്ടിയാണ്. മെഗറും വരുന്നുണ്ട്, എർത്തിൻ്റെ ഇൻസുലേഷൻ ചെക്ക് ചെയ്യുന്ന പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരം ഇതിലിപ്പോൾ കണ്ട് 3 മെഗാ ഓംസ് വന്നു. അപ്പോൾ 3 കിട്ടണമെന്നില്ല, 1 മെഗാ ഓംസിൽ കൂടുതൽ വന്നം എന്നുള്ളതാണ് മീഡിയം വോൾട്ടേജ് ിലുള്ള ഒരു വരേണ്ട രീതി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മെഗർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹയർ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെഗർ ചെയ്യേണ്ടത് 5000 വോൾട്ടിൻ്റെ മെഗർ വെച്ചിട്ടാണ്. അപ്പോൾ കിട്ടേണ്ടത് മിനിമം 300 മെഗാ ഓംസാണ് പറയുന്നത്. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ LV സൈഡ് 1000 വോൾട്ടിൻ്റെ മെഗർ വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 100 മെഗാ ഓംസെങ്കിലും മിനിമം കിട്ടണം എന്ന് പറയുന്നുണ്ട്. പിന്നെ HV ടു LV സൈഡ് നമ്മൾ മെഗർ ചെയ്ത് നോക്കും, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഉണ്ടോ അറിയാൻ വേണ്ടി. അത് 300 മെഗാ ഓംസ് തന്നെ വരണം. പിന്നെ സബ് സ്വിച്ച് ബോർഡുകൾ, പാനലുകളെല്ലാം 1000 വോൾട്ട് മെഗർ വെച്ചാണ് 1 മിനിറ്റത്തേക്ക് ചെക്ക് ചെയ്യും. 10 മെഗാ ഓംസിന് മുകളിൽ വന്നെന്നാണ് പറയുന്നത്. DV ആണെങ്കിലും 5 മെഗാ ഓംസിന് മുകളിൽ വന്നെന്നാണ് പറയുന്നത്. സിംഗിൾ ഫേസ് DV ആണെങ്കിൽ 500 വോൾട്ടിൻ്റെ മെഗർ വെച്ചാണ് ചെയ്യേണ്ടത്. അതും 5 മെഗാ ഓംസിൻ്റെ മുകളിൽ വന്നെന്നാണ് പറയുന്നത്. ലൈറ്റിംഗ് സർക്യൂട്ടുകളെല്ലാം 1 മെഗാ ഓംസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 500 വോൾട്ടിൻ്റെ മെഗർ വെച്ചാണ് ചെയ്യേണ്ടത്. 1 മെഗാ ഓംസ് വെച്ചാണ് മിനിമം വരണ്ടേ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും വരുന്നത് 50 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോയിൻറ്റ്സ്. അപ്പോൾ 10 ആ ഒരു കണക്കാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. പിന്നെ LV ലോ വോൾട്ടേജൊക്കെ 1 മെഗാ ഓംസിൻ്റെ അകത്ത് വന്നെന്നാണ് പറയുന്നത്. MSB എല്ലാം 50 മെഗാ ഓംസിന് മുകളിൽ വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂസൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്ത് മെഗറാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര വോൾട്ടിൻ്റെ മെഗറാണ് ഉപയോഗിക്കണതെന്നും കൂടി നോക്കി വെച്ചേക്കാം. അതേപോലെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റീസണബിൾ വാല്യൂ ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ഓഫ് എ മീഡിയം വോൾട്ടേജ് ഇൻസുലേഷൻ.
താഴെ പറയുന്നതിലും മീഡിയം വോൾട്ടേജ് പ്രതിഷ്ഠാപനത്തിൻ്റെ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എത്ര വേണ്ടത്. അപ്പോൾ എർത്തിൻ്റെ കേസ് വരുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുക എർത്ത് ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് ആണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ലീക്കേജ് കറണ്ട് കടത്തി വിടാൻ ഉദ്ദേശിക്കുന്നത് എർത്തിലേക്കാണ്. അപ്പോൾ എർത്തിൻ്റെ റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് അതിലേക്ക് പോകുന്ന ചാൻസ് കുറയും. റെസിസ്റ്റൻസ് എത്ര കുറയുന്നു അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് മെഗായിലും കിലോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് റോങ്ങാന്ന് ഉറപ്പായിട്ടും ഉറപ്പിക്കാം. അപ്പോൾ ഈ ഓൾ ദ ബോ എന്നുള്ളതും ആ മെഗയും കിലോ ഒക്കെ കാണുന്ന എല്ലാം തെറ്റാന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം 3 ഓംസാണ്. നമ്മൾ നേരത്തെ ആ പേപ്പർ വർക്ക് ചെയ്തേക്കണേലും കണ്ട് 0.5 ഓംസൊക്കെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഓംസിലായിരിക്കണം എന്തായാലും. മെഗയിലേക്കൊന്നും ഒരിക്കലും പോകരുത് എർത്ത് റെസിസ്റ്റൻസ്. അത് ഒന്നൊരു തെറ്റായിരിക്കും. അങ്ങനെ വരാൻ ഒരിക്കലും പാടില്ല. അല്ലെങ്കിൽ അവിടുത്തെ എർത്തിങ്ങിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. അടുത്തൊരു ചോദ്യം ചോദിച്ചേക്കണം, ഇമ്പ്രൂവിങ് ദ പവർ ഫാക്ടർ ലോഡ് കറണ്ട് വിൽ. അപ്പോൾ കറണ്ട് കൂടുകയോ കുറയോ എന്താണ് പറ്റണതെന്ന് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കത് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കണമാണ്. പവർ 100 കിലോ വാട്ടുള്ളൊരു എക്യുപ്മെൻറ്റാണെന്ന് വെച്ചാൽ അതിന് 400 വോട്ട് കൊടുക്കേണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് ഇൻറ്റു പവർ ഫാക്ടറാണ്, പി ഡിവൈഡ് ബൈ വി ഇൻറ്റു പി എഫ്. അപ്പോൾ സപ്പോസ് പവർ ഫാക്ടർ 0.5 ലാഗിങ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ പി എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോൾട്ടേജ് 400, പവർ ഫാക്ടർ 0.5. അത് ചെയ്യുമ്പോൾ നമുക്ക് 500 ആംപിയർ എന്നാണ് കിട്ടുന്നത്. ഇനി 0.7 ലാഗിങ് ആണെങ്കിലോ, അതായത് പവർ ഫാക്ടർ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാമെന്ന് ചോദിക്കുക. 0.5 നിന്ന് 0.7 ആക്കിയപ്പോൾ അതിൻ്റെ കറണ്ടിൻ്റെ സെയിം പി ഡിവൈഡ് ബൈ വി ഇൻറ്റു പി എഫ് ചെയ്യുമ്പോൾ 357, 0.9 ആക്കുമ്പോൾ 277, 1 ആക്കുമ്പോഴത്തേക്ക് 250 കിട്ടും. അതായത് 0.5 ആയിരുന്നപ്പോൾ 500 ആയിരുന്ന അതേ കറണ്ട് 250 മാറുന്നു. അതായത് നമ്മുടെ ലോഡ് 100 കിലോ വാട്ടിൻ്റെയാണ്. അതിൻ്റെ കറണ്ട് പവർ ഫാക്ടർ കുറയുന്ന ടൈമിൽ കൂടുകയും പവർ ഫാക്ടർ കൂടിയ ടൈമിൽ, അതായത് ഇമ്പ്രൂവ് ആയ ടൈമിൽ കുറയുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്, ലോഡ് കറണ്ട് ഡിക്രീസ് ആകും എന്നുള്ള കേസാണ് പറയുന്നത്. ഇനി വിച്ച് ലോ ഇംപ്ലൈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്. കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസും തമ്മിലുള്ള ലോ ഏതാണ്? ഓംസ് ലോ എന്നറിയാം. വോൾട്ടേജും കറണ്ടും പ്രപ്പോർഷനാന്നുള്ള ഒരു ഇതാണ് ഓംസ് ലോ പറയുന്നത്. അപ്പോൾ ഓംസ് ലോയിൽ പറയുന്ന കറണ്ട് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ അതിന് ഓംസ് ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കുണ്ട്. വോൾട്ടേജ് ഡിവൈഡ് കറണ്ട് റെസിസ്റ്റൻസും, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് വോൾട്ടേജും, വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് കറണ്ടും. ഇത് ആ റേഷ്യോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാണ്. അപ്പോൾ വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയറും, റെസിസ്റ്റൻസിൻ്റെ ഓംസും. അപ്പോൾ ഇതൊക്കെയാണ് ഓംസ് ലോയിൽ വരുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ കറണ്ട് വോൾട്ടേജ് അറിയുകയാണെങ്കിൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. വോൾട്ടേജ് റെസിസ്റ്റൻസ് അറിയുകയാണെങ്കിൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ വോൾട്ടേജും കറണ്ട് പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ വോൾട്ടേജ് 24 വോൾട്ടും കറണ്ട് 2 ആംപിയറും ആണെങ്കിൽ ഓംസ് 12 എന്നൊക്കെ പറഞ്ഞാൽ പല കാൽക്കുലേഷൻസും നമുക്ക് നടത്താം. വി ഈക്വൽ ടു ഐ ആർ ഏതെങ്കിലും ഒരെണ്ണം ഓർത്ത് വയ്ക്കുക. വി ഈക്വൽ ടു ഐ ആർ, അതാണ് ഞാൻ സാധാരണ ഓർത്ത് വയ്ക്കാൻ എളുപ്പം. വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, അല്ലെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർത്ത് വയ്ക്കാം. വോൾട്ടേജും കറണ്ടും അനുപാതമായിട്ടാണ് കൂടുന്നത്. അപ്പോൾ വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിനനുബന്ധമായിട്ടുള്ള ചോദ്യമാണത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റൻ ഈസ് കറക്റ്റ്. അപ്പോൾ മനസ്സിലായല്ലോ, വി ഈക്വൽ ടു ഐ ആർ. ബാക്കിയെല്ലാം കറക്റ്റാണോ എന്നും കൂടി ഒന്ന് നോക്കണേ. അതെ, അതാണ് ഇതിലെ ട്വിസ്റ്റ്. വി ഈക്വൽ ടു ഐ ആർ ആണ്. ഐ ഈക്വൽ ടു വി ബൈ ആറും കറക്റ്റാണ്. ആർ ഈക്വൽ ടു വി ബൈ ഐ എന്നായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഈക്വൽ ടു ഐ ആറും ഐ ഈക്വൽ ടു വി ബൈ ആറും സെയിം ആണ്. ഓപ്ഷൻ സി എന്തോ കാരണത്താൽ തെറ്റ് പറ്റി. 2 ഓപ്ഷൻ ഇതിൽ കറക്റ്റാണ്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ബൈ ചാൻസ് മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ഓൾ ദ അബോവ് നമുക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എയോ ബിയോ ഇതിൽ ഉത്തരം കറക്റ്റാണ്. വി ഈക്വൽ ടു ഐ ആർ അല്ല, ഐ ഈക്വൽ ടു വി ബൈ ആറും ശരിയാണ്. അപ്പോൾ ഏത് ചെയ്താലും ഒന്നുമില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അസാധുവാക്കി കളയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും കറക്റ്റ് മാർക്ക് ചെയ്താൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ അത് ശ്രദ്ധിച്ച് ചെയ്യുക.